തിരുവനന്തപുരം PTP എന്ന് പറഞ്ഞൊക്കെ ഒരു പിൻവശത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ. ഇതിന് തൊട്ട് മുന്നിലത്ത് അല്ലെങ്കിൽ ഇതിലേക്ക് വരുന്ന ആ റോഡിലൊക്കെ നമ്മൾ പ്രോപ്പർട്ടീസൊക്കെ ഇട്ട് പെട്ടെന്ന് തന്നെ സെയിലായിട്ടുണ്ട്. ആ രീതിയിൽ ഡിമാൻഡുള്ള ഒരു ലൊക്കേഷനാണ്. ടോട്ടലായിട്ട് 5 സെൻറ്റിലായി ഈ കാണുന്ന വീട് ഉൾപ്പെടെ നിങ്ങൾക്ക് 27.5 ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാം. ഇത്രയും വിലക്കുറവ് എന്താണെന്നല്ലേ. നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള വഴി വരുന്നത് ഈ വീതിയുള്ള വഴിയാണ്. പക്ഷേ ഇവിടെ വന്നിട്ട് അങ്ങനെ നമുക്ക് തിരിഞ്ഞും വരത്തില്ല. അതുകൊണ്ട് തന്നെ ഓട്ടോറിക്ഷ ആയാലും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടാണ്. നമുക്ക് ബൈക്ക് സുഖമായിട്ട് കയറി വരും. ആ രീതിയിൽ വീതിയുള്ള വഴിയാണ്. അതുകൊണ്ടാണ് നമുക്ക് പ്രോപ്പർട്ടി ഇത്രയും വിലക്കുറവിൽ ഓഫർ ചെയ്തിട്ടുള്ളത്. തിരുവനന്തപുരം സിറ്റിയിൽ, അതായത് സിറ്റി ലിമിറ്റ്സിൽ, കോർപ്പറേഷൻ പരിധിയിലൊക്കെ ചെറിയ ബഡ്ജറ്റിൽ വീടുകൾ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കാം. ഇതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം. നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് നമുക്കിപ്പോൾ തിരുവനന്തപുരം നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ഇളിപ്പോട് വന്നിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് കയറി വരാം. ഇനി അതല്ല വട്ടിയൂർക്കാവ് നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ സരസ്വതി വിദ്യാലയത്തിൻ്റെ ഫ്രണ്ടിലൂടെ കാണുന്ന വഴിയെ വന്നു കഴിഞ്ഞാലും നമ്മുടെ PTP നഗറിൻ്റെയൊക്കെ പിറകുവശത്തുള്ള ആ ഒരു റോഡ് അതുവഴി വന്നു കഴിഞ്ഞാലും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം. ഇളിപ്പോട് നിന്ന് കയറി വരുമ്പോഴത്തേക്കും നേരെ വരുമ്പോൾ, അതായത് ഇളിപ്പോട് ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് കയറി വരുമ്പോഴത്തേക്കും കൂത്ത് റോഡ് നേരെ കയറി വരാം. കൂത്ത് റോഡ് താഴേക്ക് വന്നിട്ട് വീണ്ടും ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് ഇടത്തോട്ട് കുണ്ടമൻ ഭാഗം ദേവീക്ഷേത്രത്തിലേക്കുള്ള ആർച്ച് കാണാം. അതുവഴി കുറച്ചൊന്ന് വരുമ്പോൾ വലത്തോട്ട് കാണുന്ന റോഡ്, അതാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത്. നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് ഇളിപ്പോടെന്ന് അറപ്പുര പോകുന്ന ആ റോഡ് കയറി വരുമ്പം തന്നെ നേരെ കിടക്കുന്ന റോഡ്, അതായത് കൂത്ത് റോഡെന്ന് പറഞ്ഞ റോഡ് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുവഴി നേരെ നമ്മൾ താഴേക്ക് ഇറങ്ങി ഒരു 300 മീറ്റർ വരുമ്പോൾ കരിമൺകുളം, അതായത് ഇടത്തോട്ട് കാണുന്ന ഈ റോഡ്, ഇതിനെ കരിമൺകുളം എന്നാണ് പറയാം. ആ റോഡ് നമ്മളൊരു 100 മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോൾ ഇടതുവശത്തായിട്ട് കുണ്ടമൺ ഭാഗം ദേവീക്ഷേത്ര ട്രസ്റ്റ് എന്ന് പറഞ്ഞ് ഇതുപോലെ ഒരു ആർച്ച് കാണാം. ഇതൊരു ഇൻ്റർലോക്കിട്ട വഴിയാണ്. ഈ വഴിയെ നമ്മൾ അകത്തേക്ക് പോയി ഈ പറഞ്ഞ പോലെ ഒരു 50-60 മീറ്റർ പോകുമ്പോൾ തന്നെ വലത്തോട്ട് അടുത്തൊരു റോഡ് കട്ടാവും. അതുവഴിയാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത്. 5 സെൻറ്റ് സ്ഥലമാണ്. അതിനകത്താണ് ഈ ഒരു വീട് വെച്ചിട്ടുള്ളത്. വീട് വന്നിട്ട് ഏകദേശം ഒരു 15 വർഷത്തിനടുത്ത് പഴക്കമുണ്ട്. ഇവിടെ ഈ മുൻവശത്തെല്ലാം ഇതുപോലെ റൂഫ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ആ സൈഡിലും എല്ലാം റൂഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പാർക്കിങ്ങിന് ഉപയോഗിക്കാം. പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ വലിയ വണ്ടികൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. ബൈക്കൊക്കെ കൊണ്ടുവന്ന് നമുക്ക് പാർക്ക് ചെയ്യാൻ സാധിക്കും. വീട്ടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ ആദ്യം കാണിച്ചു തരാം, അതിനുശേഷം ചുറ്റോണം കാണിച്ചു തരാം. വാ, നമുക്ക് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇത് നമ്മുടെ ഒരു ലിവിങ് സ്പേസ് ആണ്. ഇവിടെ തന്നെ ഡൈനിങ്ങും സെറ്റ് ചെയ്യാൻ സാധിക്കും. ആ രീതിയിലൊരു ചെറിയൊരു വീടാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കോമൺ സ്പേസ് ആണ്. ഈ ഭാഗത്തൊരു ബെഡ്റൂം വരും. ഈ കാണുന്നത് നമ്മുടെ അടുത്തൊരു ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഇത് ബാത്റൂം വന്നിട്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബാത്റൂമാണ്. നമുക്ക് ഈ ഒരു കെട്ടിടത്തിനകത്ത് ഒരു ബാത്റൂമും അല്ലാണ്ട് പുറമേ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ പുറത്തായിട്ട് വേറൊരു ബാത്റൂമും ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു ചെറിയൊരു കിച്ചൺ. അതിൻ്റെ എക്സ്റ്റൻഷനായിട്ട് ഈ ഭാഗത്തായിട്ട് ഒരു വർക്ക് ഏരിയയും കാണാൻ സാധിക്കും. ഈ ശരിക്കും വർക്ക് ഏരിയ ഫുള്ളായിട്ട് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് സ്ലാബ് അടിച്ചിട്ടുള്ളേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പൂർത്തീകരിച്ചെടുക്കാവുന്നതാണ്. ഇതാണ് നമ്മുടെ ബാക്ക് യാർഡ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാക്ക് യാർഡാണ്. വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് കിണറുണ്ട്. വീടിൻ്റെ മറുവശത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം സ്ഥലം കിട്ടും. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം. നമുക്കിങ്ങനെ ഒരു നല്ല ലൊക്കേഷനിൽ ഇത്രയും വിലക്കുറവിൽ നമുക്കൊരു പ്രോപ്പർട്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇപ്പോൾ പറയും കാറുള്ളവരല്ലേ ഇപ്പോഴും ആൾക്കാരുള്ളൂ, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ ബഡ്ജറ്റേ ഉള്ളൂ. നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഒരു ലൊക്കേഷനിൽ സാധാരണഗതിയിൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് കാർ ആക്സസ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നല്ലൊരു റേറ്റിന് പോകേണ്ടതാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടടക്കമുള്ള പ്രോപ്പർട്ടി 5 സെൻറ്റ് ആകുമ്പോഴത്തേക്കും എങ്ങനെയായാലും ഒരു 50-60 ലക്ഷം രൂപയ്ക്ക് മേളിലോട്ട് പോകണം. ഇത് അതുകൊണ്ടാണ് ഇത്രയും വിലക്കുറവിൽ വന്നിട്ടുള്ളത്. എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയെ വിളിച്ചോ. ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് 27.5 ലക്ഷം രൂപയാണ്. പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട്.